അസ്സലാമലൈക്കും. ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നതേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഷെയർ ചെയ്യണം. ഇത് മുഖ്യമന്ത്രിയും എല്ലാവരും അറിയണം. ഞാനിത് തുടങ്ങിയത് തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പം ഞാനൊരു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണൊരു തള്ളയാണ്, വയസ്സായ തള്ള, പ്രായമുള്ളൊരു തള്ളയാണ് ഞാൻ. എനിക്ക് ഷുഗറുണ്ട്, അറ്റാക്കുണ്ട്, പല പ്രശ്നങ്ങളൊക്കെ ഉള്ള വയ്യാത്തതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നെതന്യാഹു ആണോ, ഞാൻ ബുനിയാമിൻ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേ ബുനിയാമിനല്ല, നെതന്യാഹു. അവരാണ് ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നെതന്യാഹു ആണ് കേട്ടോ. അപ്പോൾ ആ വിഷയമല്ല ഇപ്പോൾ ഈ പറയാൻ പോണത്. ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇത്. നമ്മളെ മുഖ്യമന്ത്രിയും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എല്ലാ സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാരും, പിന്നെ നമ്മളെ പ്രധാനമന്ത്രി, വരാൻ പോണതാരായാലും ഇപ്പം ഉള്ളതായാലും അവരെല്ലാം ഇതറിയണം. എന്തെന്ന് വെച്ചാൽ ഈ കള്ളുകുടിയന്മാരെ കള്ളുകൂടി നിർത്തുക. കള്ളു വേണ്ട, മയക്കുമരുന്ന് വേണ്ട. അതുകൊണ്ട് വീടെല്ലാം അനാദിയാകണം, കുടുംബങ്ങളൊക്കെ അനാദിയാവും. മക്കൾക്ക് അച്ഛനില്ലാണ്ടാവും, മക്കൾക്ക് തള്ള ഇല്ലാണ്ടാവും, കുടുംബം നാശകോശാവും, ഒരു പുരോഗമനം ഇല്ല. വീട്ടിൽ പട്ടിണിയും പരിവട്ടവും അടിയും കുത്തും വീട്ടും ഒക്കെയാണ് നടക്കുന്നത്. പല പല പ്രശ്നങ്ങളുമാണ് നടക്കുന്നത്. ഇവിടെ അടി, കൊള്ളയും, കൊലപാതകം, പീഡനം എന്തുകൊണ്ടാണ്? ഒരച്ഛൻ ഒരു മോളെ പീഡിപ്പിക്കണത് ബോധം ഉണ്ടെങ്കിൽ ചെയ്യുമോ? അതൊക്കെ ഈ കള്ളു കുടിച്ചിട്ടാണ് ഇത് വരുന്നത്. കള്ളു കുടിച്ചിട്ടാണ് സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നത്. ഈ കള്ളിറക്കിയതിൻ്റെ പേരിലാണ് പെങ്ങന്മാരെ കൂടപ്പറപ്പുങ്ങളൊന്നും അറിയാത്തത്. മനസ്സിലായിട്ടുണ്ടോ?